Hi dear students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, പിന്നെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് അല്ലേ? ന്യൂട്ടൻ്റെ ഒന്നാം നിയമം, പിന്നെ പറയൂ ജഡത്വം, പിന്നെ നിശ്ചല ജഡത്വം, പിന്നെ ചലന ജഡത്വം, അതിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് മൊമെന്റം. എന്താണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കം? മൊമെന്റം അല്ലെങ്കിൽ ആക്കം. എന്താണ് മൊമെന്റം? മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ഒബ്ജക്റ്റ്. ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ഒബ്ജക്റ്റ്. Momentum is a characteristic property of a moving object. ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഇനി നമുക്ക് ആക്കം കാണാനുള്ള അല്ലെങ്കിൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു നോക്കാം. മൊമെന്റം ഈക്വൽ ടു മാസ്. ഞാൻ പറഞ്ഞ എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ടാകും? മാസ് ഉണ്ടാകും. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഈ മൊമെന്റം അല്ലേ? ഞാൻ പറഞ്ഞ മൊമെന്റം എന്താണ്? മൂവിങ് ഒബ്ജക്റ്റ് അല്ലേ? മൂവിങ് ഒബ്ജക്റ്റ് അല്ലേ അവിടെ? അപ്പോൾ മൂവിങ് ചെയ്യാൻ എന്താണ് അവിടെ? വെലോസിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി അല്ലേ? ആക്കം സമം വസ്തുവിന്റെ മാസ് ഇൻറ്റു വസ്തുവിന്റെ പ്രവേഗം. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ആ വസ്തുവിന് ആക്കം ഉണ്ടാകുമോ? ഉണ്ടാകില്ലേ? നമുക്കറിയാം ഈ ആക്കം ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? അത് ചലിക്കുന്ന വസ്തുക്കൾക്ക് അല്ലേ? മൂവിങ് ഒബ്ജക്ട്സിന് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ആക്കം അല്ലെങ്കിൽ മൊമെന്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റെസ്റ്റ് ഉള്ള വസ്തുക്കൾക്ക് എന്തുണ്ടാവില്ല? മൊമെന്റം അല്ലെങ്കിൽ ആക്കം ഉണ്ടാവില്ല. മറക്കരുത്. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം. ഇനി അടുത്ത പോയിന്റ് നമുക്ക്, ഞാൻ പറഞ്ഞു എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ് നോക്കാം നമുക്ക്. മൊമെന്റം അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ? യൂണിറ്റ് ഓഫ് മൊമെന്റം. യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് അല്ലേ? ആക്കത്തിന്റെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ്. നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂണിറ്റ് കാണൽ എങ്ങനെയാണ്? യൂണിറ്റ് കാണല് അത് ഇക്വേഷനിൽ നിന്നാണ്. യൂണിറ്റ് കാണല് സമവാക്യത്തിൽ നിന്നാണ്. എന്താണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ? ആക്കത്തിന്റെ സമവാക്യം എന്താണ്? മാസ് ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു പ്രവേഗം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് ആണ് kg. ഇക്വേഷനിൽ യൂണിറ്റിൽ എന്തില്ല? നമ്മൾ ഇൻറ്റു ഇടാറില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ സൈനം ഇടാറില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ kg മീറ്റർ പെർ സെക്കൻഡ്. മറക്കരുത്. അപ്പോൾ യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? kg മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. എന്താണ് മൊമെന്റം? Momentum is a characteristic property of a moving object. ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. Momentum is equal to mass into velocity. ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെ? ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? kg മീറ്റർ പെർ സെക്കൻഡ്. kg മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് കേട്ടോ.
ഇതാ ഈ ഒബ്ജക്റ്റ് ഇതൊരു കാറാണ് കേട്ടോ. ഈ കാറിന്റെ മാസ് ശ്രദ്ധിക്കട്ടോ, ഈ കാറിന്റെ മാസ് ഒരു ചെറുതാക്കി മതിട്ടാ, 1000 kg. മറക്കരുത്, കാറിന്റെ മാസ് അല്ലേ, ഈ ഒരു കാറിന്റെ മാസ് എത്രയാണ്? 1000 kg ആണ്. ഈ കാർ സ്പീഡിലെ പ്രവേഗത്തിൽ അതിന്റെ വെലോസിറ്റി എത്ര പോകുന്നുണ്ട്? ഒരു 10 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ എന്തുണ്ട്? കാറ് പോകുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു കാറുണ്ട്, ആ കാറിന്റെ മാസ് എത്രയാണ്? 1000 kg, 1000 kg ആണ്. കാർ ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഭാഗത്തോട്ട് എന്തുണ്ട്? സ്പീഡിൽ പോകുന്നുണ്ട്. ആ ഒരു പ്രവേഗം, ആ ഒരു വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ ശ്രദ്ധിക്കട്ടാ, അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ മൊമെന്റം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ ആക്കം എത്രയാണ്? നമുക്കറിയാം, ആക്കം അല്ലെങ്കിൽ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്താണ്? എത്രയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ കാറിന്റെ മാസ് എത്രയാണ്? 1000 ലെ 1000 ആണ്. ഇൻറ്റു എത്രയാണ് ഈ കാറിന്റെ വെലോസിറ്റി? 10 ഇസ് ഈക്വൽ ടു എത്രയാണ്? 10,000 ലെ 10000. എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്? ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? kg മീറ്റർ/സെക്കൻഡ്. മറന്നാൻ പാടില്ല. ഇനി ഒന്നുകൂടി ഒരു പ്രോബ്ലം ചെയ്യാം, ഒന്നുകൂടി ചെയ്തോക്കാം. ഇനി നമുക്ക് കാർ വേണ്ട, ഇനി ലോറി ആയിക്കോട്ടെ. ലോറി ശ്രദ്ധിക്കും, വലിയ ലോറിയാണ് കേട്ടോ, എന്ത് രസാ. മനസ്സിലാവില്ലേ ലോറിയൊക്കെ? അത് ലോറിയാണ് കേട്ടോ. ഈ ലോറിയുടെ മാസ് ശ്രദ്ധിക്ക്, ഈ ലോറിയുടെ മാസ് നമുക്ക് എത്ര കൊടുക്കാം? നിങ്ങൾ നമ്പർ പറയൂ. എത്രയാണ് നമ്പർ? ലോറിയുടെ മാസ് 15,000 ആണ്. 15,000 kg. ഈ ലോറിയുടെ മാസ് 15,000 കിലോഗ്രാം ആണ്. ഈ ലോറി ഈ ഒരു ഭാഗത്തോട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. അതിന്റെ പ്രവേഗം, വെലോസിറ്റി എത്രയാണ്? നമുക്ക് പറയാം ഒരു 10 മീറ്റർ/സെക്കൻഡ്. അത് 10 കൊടുക്കാൻ കാരണം കുറച്ച് എളുപ്പത്തിനാണ് കേട്ടോ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ലോറി ഉണ്ട്, ആ ലോറിയുടെ മാസ് എത്രയാണ്? 15,000 kg ആണ്. 15,000 kg. ഈ ലോറിയുടെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് അല്ലേ? ഈ ലോറിയുടെ പ്രവേഗം 10 മീറ്റർ/സെക്കൻഡും ഇതിന്റെ മാസ് എത്രയാണ്? 15,000 kg-യുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ലോറിയുടെ ആക്കം അല്ലെങ്കിൽ മൊമെന്റം എത്രയായിരിക്കും? മൊമെന്റം അല്ലെങ്കിൽ ആക്കം അല്ലേ? ആക്കം എത്രയാണ് പറയൂ? മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ആക്കം കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു പ്രവേഗം. അപ്പോ m ഇൻറ്റു വി അല്ലേ? m ഇൻറ്റു വി നമുക്കറിയാം, m എന്താ? മാസ്, v വെലോസിറ്റി. ദെൻ അത് എത്രയായിരിക്കും? 15,000 അല്ലേ? ഇൻറ്റു പിന്നെ 10. അപ്പൊ എത്രയായിരിക്കും? 1,50,000 അല്ലേ? എന്താ യൂണിറ്റ്? kg മീറ്റർ/സെക്കൻഡ്. മറക്കരുത്, ഇത്രയേ ഉള്ളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇനി വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടെ. നമ്മുടെ പഴയ കാറില്ലേ, ആ പഴയ കാർ എന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിലെത്തിക്കുന്ന പാള്. എവിടെ എത്തിക്കുന്ന പാള്? വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്താൻ എന്ത് ചെയ്യും? വണ്ടി എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആക്കും. ഇത് ലേറ്റ് ആണ് കേട്ടോ, വണ്ടി സ്റ്റോപ്പ് ആക്കും. നമുക്കറിയാം അല്ലെ, വണ്ടി നിർത്തും നമുക്കറിയാം വീട്ടില്. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ എത്രയാണ് വെലോസിറ്റി? മാസ് എത്രയാണ്? കാറിന്റെ മാസ് നേരത്തെ കൊടുത്ത എത്രയായിരുന്നു? 1000 kg ആയിരുന്നു അല്ലേ? 1000 kg ആയിരുന്നു മാസിന്റെ, സോറി കാറിന്റെ മാസ്. ഇനി ഈ കാറിന്റെ പ്രവേഗം എത്രയായിരിക്കും? നമുക്കറിയാം ഈ കാറൊക്കെ നിശ്ചലാവസ്ഥയിലാണ്, റെസ്റ്റിലാണ്. കാരണം എന്താ? ഈ കാർ നമ്മൾ നിർത്തിയിട്ടിരിക്കല്ലേ വീട്ടില്. അപ്പോൾ എത്രയായിരിക്കും ഇതിന്റെ വെലോസിറ്റി? 0 മീറ്റർ/സെക്കൻഡ്. എന്തുകൊണ്ടാണ് 0 വരാൻ കാരണം? ഞാൻ പറഞ്ഞു, ഈ കാർ വീട്ടിലെത്തിക്കണ്. വീട്ടിലെത്തിയ സമയത്ത് കാർ എന്ത് ചെയ്യാൻ? നമ്മൾ സ്റ്റോപ്പ് ആക്കി നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവേഗം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പോൾ വെലോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? അവിടെ 0 എന്ന് കൊടുത്തു. അപ്പൊ എത്രയായിരിക്കും ആക്കം അല്ലെങ്കിൽ മൊമെന്റം? പറയൂ. മാസ് ഇൻറ്റു
വെലോസിറ്റി. എത്രയാണ് മാസ്? കാറിന്റെ മാസ് 1000 ആണ്. ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 0. അപ്പൊ എത്രയായിരിക്കും അത്? എത്രയായിരിക്കും ആക്കം മൊമെന്റം? നമുക്കറിയാം എന്ത് സംഭവത്തിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആക്കം എന്തായിരിക്കും? 0 മീറ്റർ kg/s. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇവിടെ? അപ്പോൾ ഈ ആക്കം അല്ലെങ്കിൽ മൊമെന്റം ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? മൂവിങ് ഒബ്ജക്ട്സിന്, ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആക്കം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ മൊമെന്റം ഉണ്ടാവുകയുള്ളൂ. മറന്നു പോകാൻ പാടില്ല. ഈ പ്രോബ്ലം ചോദിക്കാൻ എത്ര മാർക്കാണ്? 2 മാർക്കാണ് ചോദിക്കാറ്. ഇനി 4 മാർക്ക് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. 4 മാർക്കിന് 4 മാർക്സിന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കൽ ഇങ്ങനെയാട്ടാ. ആ 4 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ആദ്യം സംഭവം വിവരിച്ചു തരും. അതിനുശേഷം 4 ചോദ്യങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്താണ് ആദ്യ ആക്കം? ആദ്യ ആക്കം, ഇനീഷ്യൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം. സെക്കൻഡ് പോയിന്റ് അന്ത്യ ആക്കം. അന്ത്യ ആക്കം. ഫൈനൽ മൊമെന്റം. ഫൈനൽ. ഇനി അടുത്ത പോയിന്റ് ആക്ക വ്യത്യാസം. ആക്ക വ്യത്യാസം. സംഭവം എന്താണത്? ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം. ലാസ്റ്റ് പോയിന്റ് ആക്ക വ്യത്യാസ നിരക്ക്. ആക്ക വ്യത്യാസ നിരക്ക് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ ഇത്രയും എക്സാം ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും, അതിനുശേഷം 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ഒന്നെന്താണ്? ആദ്യ ആക്കം, ഇനീഷ്യൽ മൊമെന്റം. സെക്കൻഡ് പോയിന്റ് അന്ത്യ ആക്കം, ഫൈനൽ മൊമെന്റം. തേർഡ് പോയിന്റ് ആക്ക വ്യത്യാസം, ചേഞ്ച് ഇൻ മൊമെന്റം. ഫോർത്ത് പോയിന്റ് ആക്ക വ്യത്യാസ നിരക്ക്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോ മൊമെന്റത്തിന്റെ സിമ്പൽ എന്താണ്? മൊമെന്റത്തിന്റെ സിമ്പൽ അല്ലെ എന്താണത്? പി ആണ്. എന്താണ്? പി. അപ്പോ നമുക്കിതിന് ഇക്വേഷൻസ് ഉണ്ട്. ഓരോന്ന് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഇനീഷ്യൽ മൊമെന്റം. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയൂ? ഇനീഷ്യൽ മൊമെന്റം, ആദ്യ ആക്കം. ആദ്യ ആക്കത്തെ നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ P1 എന്ന് കൊടുക്കും. P1 ഈസ് ഈക്വൽ ടു M ഇൻറ്റു വി. അല്ലെ? വി എന്താണ് പറഞ്ഞിട്ടുണ്ട്? ശ്രദ്ധിക്ക്. പ്രവേഗനം പഠിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ? നമ്മുടെ 8th അന്ത്യപ്രവേഗം, ആദ്യ പ്രവേഗം ഓർമ്മ ഉണ്ടോ? ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യ പ്രവേഗത്തിന് നമ്മൾ എന്ത് പറയും? യു എന്ന് കൊടുക്കും. ആദ്യ പ്രവേഗത്തിന് നമ്മൾ എന്ത് കൊടുക്കും? ആദ്യ പ്രവേഗം അല്ലെങ്കിൽ എന്ന് പറയും നമ്മള് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുക്കും. അതുപോലെ അന്ത്യപ്രവേഗം, അന്ത്യപ്രവേഗം അല്ലെങ്കിലോ ഫൈനൽ മൊമെന്റം, ഫൈനൽ വെലോസിറ്റി എന്ന് നമ്മൾ വി എന്ന് കൊടുക്കും. അപ്പോൾ അതും മറന്നു പോകാൻ പാടില്ല ഈ ഒരു പോയിന്റ് കേട്ടോ. ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? യു എന്നാണ്. അതേപോലെ അന്ത്യപ്രവേഗം ഫൈനൽ വെലോസിറ്റി ആണ്, അത് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? വി എന്നാണ്. ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്താ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? പി എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്തായാലും പഠിച്ചത് നമ്മള് ആദ്യ പ്രവേഗമാണ് അല്ലെ? ഇനീഷ്യൽ മൊമെന്റം ആണ്. ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ ആദ്യ ആക്കം, ആദ്യ ആക്കം. അപ്പൊ അങ്ങനെയാണ് ഞാൻ കൊടുത്തു. ആദ്യം എന്ന് പറഞ്ഞപ്പോൾ എന്ത് കൊടുത്തു? ഞാൻ P1 എന്ന് കൊടുത്തു. P1 ഈസ് ഈക്വൽ ടു M. മാറുമോ? ചേഞ്ച് ചെയ്യൂല അല്ലെ? ആ 2 വസ്തുക്കൾ ഒന്ന് തന്നെ ആയിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പക്ഷെ എന്ത് ചേഞ്ച് ചെയ്യും? അവിടെ പ്രവേഗം മാറാം അല്ലെ? വെലോസിറ്റി എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ആദ്യ ആക്കം ഇനീഷ്യൽ മൊമെന്റത്തിന് നമ്മൾ എന്ത് കൊടുക്കും? അവിടെ യു എന്ന് കൊടുക്കും. ആദ്യം ആയതുകൊണ്ടാണ് യു കൊടുത്തത്. ഇത് അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്?
അന്ത്യ ആക്കം അല്ലേ, അന്ത്യ ആക്കം ഫൈനൽ മൊമെന്റം P2 is equal to mv. അപ്പോൾ P1 is equal to mu. ഇതാണ് എന്ത്, ആദ്യ ആക്കം ഇനീഷ്യൽ മൊമെന്റം. P2 is equal to m into v. ഇതാണ് എന്ത്, അന്ത്യ ആക്കം ഫൈനൽ മൊമെന്റം. ഇനി അടുത്ത പോയിന്റ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ആക്ക വ്യത്യാസം. ഒന്നുകൂടി പറയാം, ചേഞ്ച് ഇൻ മൊമെന്റം ആക്ക വ്യത്യാസം എത്രയാണത്, അതാണ് P2 മൈനസ് P1. ചേഞ്ച് ചെയ്യല് വ്യത്യാസം കാണാൻ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ നിന്ന് കുറക്കലല്ലേ. അപ്പോൾ P2 മൈനസ് P1 ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് കേട്ടോ. P1 മൈനസ് P2 അല്ല, P2 മൈനസ് P1. അപ്പൊ എത്രയാണ് P2? m ഇൻറ്റു വി മൈനസ് പറയൂ P1 എത്രയാണ്, m ഇൻറ്റു യു. ഇനി അടുത്ത പോയിന്റ് ആക്ക വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ചിങ് മൊമെന്റം. ആക്ക വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ചിങ് മൊമെന്റം. അപ്പൊ തന്ന ആക്ക വ്യത്യാസം ഇല്ലേ, അതിനെ ടൈം കൊണ്ട് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ ആക്ക വ്യത്യാസത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആക്ക വ്യത്യാസ നിരക്ക് കിട്ടും അല്ലേ. അപ്പോൾ എന്താ പറയുക, ചേഞ്ചിങ് മൊമെന്റത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടും. മറക്കരുത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്, P2 മൈനസ് P1 ഡിവൈഡ് ബൈ ടി അല്ലേ, mv മൈനസ് mu ഡിവൈഡ് ബൈ ടി. ഇതാണ് സംഭവം. ഇത് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റിന്റെ മാസ് തരും, പിന്നെ ആദ്യ ആക്കം തരും, ഇനീഷ്യൽ വെലോസിറ്റി തരും, അതേപോലെ ഫൈനൽ വെലോസിറ്റി തരും. നമ്മൾ എന്ത് കാണാൻ പറയും നിങ്ങളോട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ ആക്കം എത്ര അല്ലെ, ഇനീഷ്യൽ മൊമെന്റം എത്രയാണ്, ഫൈനൽ മൊമെന്റം എത്രയാണ്, അന്ത്യ ആക്കം എത്രയാണ്, അടുത്തോ ആക്ക വ്യത്യാസം എത്രയാണ്, ആക്ക വ്യത്യാസം അല്ലെങ്കിൽ എന്താ പറയുക ചേഞ്ച് ഇൻ മൊമെന്റം. ലാസ്റ്റ് പോയിന്റോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം, ആക്ക വ്യത്യാസ നിരക്ക് ചോദിക്കാറുണ്ട്. ഓരോന്നിനും 1 മാർക്ക് വീതമായിരിക്കും. അപ്പോൾ എത്ര മാർക്കുണ്ടോ ടോട്ടല്, 4 മാർക്കാണ്. സിമ്പിൾ ആണ്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഈ ലാസ്റ്റത്തെ മാത്രം ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എക്സാം ചോദിക്കാറുണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഒരു കാറുണ്ട്. ആ കാറിൻ്റെ മാസ് എത്രയാണ്, 1000 kg ആണ്. ഒരു കാറുണ്ട്, ആ കാറിൻ്റെ മാസ് 1000 kg ആണ്. ആ കാറ് ഒരു പ്രവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാറ് ഒരു നിശ്ചിത വെലോസിറ്റിയിൽ എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെലോസിറ്റി എത്രയാണ് വെലോസിറ്റി 10 m/s ആണ്. വേറെ കാര്യമുണ്ട്, ഇവിടെ 2 വെലോസിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന വെലോസിറ്റി നമ്മൾ എന്ത് പറയും, ആദ്യം കാണുന്ന വെലോസിറ്റിക്ക് നമ്മൾ എന്ത് പറയും, ഇനീഷ്യൽ വെലോസിറ്റി. ആദ്യം കാണുന്ന പ്രവേഗത്തിന് നമ്മൾ എന്ത് പറയും, ആദ്യ പ്രവേഗം. എന്ത് ലെറ്റർ എന്താണ് നമ്മൾ പറഞ്ഞത്, യു. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ 2 പ്രവേഗം ഉണ്ടാകും. ഈ 2 പ്രവേഗത്തിൽ ഫസ്റ്റ് കാണുന്ന പ്രവേഗമാണെന്ത്, ആദ്യ പ്രവേഗം. രണ്ടാമത്തെ കാണുന്ന പ്രവേഗമാണെന്ത്, അന്ത്യ പ്രവേഗം. അപ്പൊ ക്വസ്റ്റ്യനില് ഫസ്റ്റ് 2 വെലോസിറ്റി ഉണ്ടാകും. ഫസ്റ്റ് കാണുന്ന വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി, രണ്ടാമത്തെ കാണുന്ന വെലോസിറ്റിയാണ് എന്ത്, ഫൈനൽ വെലോസിറ്റി. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് അറിഞ്ഞ ഒരു കാറുണ്ട്. ആ കാറിന്റെ മാസ് എത്രയാണ്, 1000 kg ആണ്, 1000 kg ആണ്. ആ കാറ് ഇതാ യു പ്രവേഗത്തിൽ 10 m/s എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ആ കാറ് 10 m/s എന്താ വെലോസിറ്റി പ്രവേഗത്തിൽ എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, അവിടെ യുന്ന് കൊടുത്തു. u = 10 m/s. ദെൻ ഇതിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് ഇല്ലേ, ബ്രേക്ക് എന്ത് കാറിന്റെ ബ്രേക്ക് അവിടെ അപ്ലൈ ചെയ്തു അല്ലെ, അമർത്തി കൊടുത്തു. ആ സമയത്ത് കാർ അവിടെ നിന്നു സ്റ്റോപ്പായി. അപ്പൊ എത്രയായിരിക്കും പ്രവേഗം, നമുക്കറിയാം പ്രവേഗം എത്രയായിരിക്കും, 0. കാരണം കാർ എന്താണ് നിന്നില്ലേ. കാർ നിൽക്കുമ്പോൾ പ്രവേഗം ഉണ്ടാവുമോ, ഇല്ല. പ്രവേഗം ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചലിക്കണം അല്ലെ, മൂവ് ചെയ്യണം. മൂവ് ചെയ്യുവാണ് പ്രവേഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി, ആ ഒരു കാറിന്റെ പ്രവേഗം എന്തായി മാറി, 0. ഇത് രണ്ടാമത്തെ കാണുന്ന പ്രവേഗമാണ്. അപ്പോൾ അന്ത്യപ്രവേഗം. രണ്ടാമത്തെ കാണുന്ന വെലോസിറ്റിക്ക് നമ്മൾ എന്ത് പറയും, ഫൈനൽ വെലോസിറ്റി. ഈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് എത്ര ടൈം കൊണ്ടാണ്, ടൈം 5 സെക്കൻഡ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം,
ഒരു കാർ ഉണ്ട്, ആ കാറിന്റെ മാസ് 1000 kg ആണ്. കാറിന്റെ വെലോസിറ്റി എത്രയാണ്? 10 m/s വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഈ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അല്ലെ, ബ്രേക്ക് അമർത്തിയപ്പോൾ കാർ അവിടെ നിന്നു. എത്രയാണ് നിന്നത് അവിടെ? നിന്നപ്പോൾ പ്രവേഗം എത്രയായി? 0 m/s ആയി മാറി. ദെൻ ആ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലേ, ആ ടൈം എത്രയാണ്? ടൈം 5 സെക്കൻഡ് ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ പറയൂ? ആദ്യ ആക്കം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ എത്രയായിരിക്കും ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ ആദ്യ ആക്കം? P1 is equal to, ഇക്വേഷൻ എന്താണ്? ആദ്യ ആക്കത്തിന് ഇക്വേഷൻ m × u അല്ലേ? മാസ് ഇൻറ്റു ആദ്യ പ്രവേഗം, മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അതാണെന്ത്? ആദ്യ ആക്കത്തിന്റെ ഇക്വേഷൻ. അപ്പൊ എത്രയായിരിക്കും മാസ്? മാസ് 1000 ആണ്. ഇൻറ്റു എത്രയാണ് വെലോസിറ്റി? 10 അല്ലേ, m/s. അപ്പൊ എത്രയാവും? 10,000 ആണ്. 1000 ഇൻറ്റു 10 10,000 kg m/s. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? അന്ത്യ ആക്കം ഫൈനൽ വെലോസിറ്റി. അപ്പൊ P2 is equal to എന്താ ഇക്വേഷൻ? m × v. എത്രയാണ് m? 1000 ഇൻറ്റു v എത്രയാണ്? 0. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 1000 × 0 kg m/s. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റിലെ തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ആക്ക വ്യത്യാസം. കാണാൻ എങ്ങനെയാണ്? P1 നിന്ന് P2 കുറക്കലാണോ അതോ P2 നിന്ന് P1 കുറക്കലാണോ? അപ്പൊ എപ്പോഴും P2 ൽ നിന്ന് P1 കുറക്കണം. മനസ്സിലാവുന്നുണ്ടോ? അന്ത്യാക്കത്തിൽ നിന്നും ആദ്യാക്കം കുറക്കണം. ഫൈനൽ മൊമെന്റത്തിൽ നിന്നും എന്ത് ചെയ്യണം? ഇനീഷ്യൽ മൊമെന്റം നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ P2 മൈനസ് P1 എത്രയാണ്? P2 0 മൈനസ് എത്രയാണ്? P1 10,000 അല്ലേ, 10,000 is equal to 0 മൈനസ് 10,000. എത്രയായിരിക്കും ആൻസർ? മൈനസ് 10,000 kg m/s. വേറെ കാര്യം കേട്ടോ, ഈ മൊമെന്റം ആക്കത്തിൽ എന്നിട്ട് ഇടക്ക് മൈനസൊക്കെ വരും കേട്ടോ. മൈനസൊക്കെ വരലുണ്ട്, മറന്നാൻ പാടില്ല. ആക്ക വ്യത്യാസം ഇടക്ക് മൈനസ് ആവും. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റ് അല്ലേ, ആക്ക വ്യത്യാസം നിരക്ക്, അത് ഇടക്ക് മൈനസ് ആവും, മറക്കരുത്. പ്ലസ് മൈനസ് ഒക്കെ വരാൻ വൃത്തി നോക്കണേ നമ്മള്, കാരണം എന്താ ഇവിടുന്ന് മാറുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴും അന്ത്യാക്കത്തിൽ നിന്നും ആദ്യാക്കം കുറക്കണം. അത് എപ്പോഴും അത്യാവശ്യമാണ്. ആ അന്ത്യാക്കത്തിൽ നിന്ന് ആദ്യാക്കം കുറക്കണം. അത് ആൻസർ 0 ആയാലും കുറക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഇനീഷ്യൽ മൊമെന്റം കുറക്കണം. ലാസ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. ആക്ക വ്യത്യാസ നിരക്ക്. അത് കാണാൻ ഇക്വേഷൻ എന്താണ്? P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഇതാണ് ഇക്വേഷൻ ആയിരുന്നു. എന്താണ്? mv മൈനസ് mu ഡിവൈഡഡ് ബൈ ടൈം. എത്രയാണ് mv എത്രയാണ്? 0 മൈനസ് എത്രയാണ് mu? 10,000 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 5 സെക്കൻഡ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടില്ല. P2 മൈനസ് P1 എത്രയാണത്? മൈനസ് 10,000 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എത്രയാണ്? 10,000 എത്ര 5 ഉണ്ട്? 10 എത്ര 5 ഉണ്ട്? 10 എത്ര 5 ഉണ്ട്? 10 എത്ര 5 ഉണ്ട്? 2 5. ബാക്കി എത്ര ഉണ്ടാവും? 0. 10 എത്ര 5 ഉണ്ട് പറയൂ? 2 5. ബാക്കി എത്ര ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2000 അല്ലേ? 2000 അല്ലേ? 10,000 ആണ്. 10,000 ആണ്. അപ്പോൾ 2000 കിട്ടും. ദെൻ അടുത്ത പോയിന്റ്, ഇത് നെഗറ്റീവോ പോസിറ്റീവോ? ഇവിടെ ആൻസർ നെഗറ്റീവ് വന്നില്ലേ? അപ്പൊ നെഗറ്റീവ് വന്നതുകൊണ്ട് എന്താ ഇവിടെ നെഗറ്റീവായിട്ട് മാറും. ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇതേപോലത്തെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ എന്ത് ചെയ്യാം? അവിടെ മാറും. താങ്ക് യു.